കൊല്ലം ജില്ലയിൽ UDF പിടിക്കുന്ന മണ്ഡലങ്ങൾ. കേരള രാഷ്ട്രീയം ഇപ്പോൾ ചൂട് പിടിക്കുകയാണ്. UDFിൻ്റെ മുന്നേറ്റം തന്നെയാണ് ഏറെ ചർച്ചയാവുന്നതും. ഇപ്പോൾ 100 സീറ്റിന് മുകളിൽ ലക്ഷ്യം കാണുന്ന കോൺഗ്രസും UDFും അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കളെയും യുവതികളെയും മത്സര രംഗത്തിറക്കി കുതിക്കാൻ തയ്യാറെടുക്കുമ്പോൾ UDF പിടിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൂടെ, അതായത് C ക്ലാസ് മണ്ഡലങ്ങളിൽ വരാവുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളും അവിടുത്തെ UDF വിജയ സാധ്യതകളുമാണ്. കൊല്ലം കയറിൻ്റെയും കശുവണ്ടിയുടെയും മത്സ്യത്തിൻ്റെയും നാടാണ്. ഈ കൊല്ലത്തിൻ്റെ രാഷ്ട്രീയമെന്നും കേരള രാഷ്ട്രീയ തീരുമാന കളരിയിലെ പ്രാധാന്യം നൽകുന്നവയുമാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളും 3 ലോകസഭാ മണ്ഡലങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ആലപ്പുഴ, കൊല്ലം, മാവേലിക്കര എന്നീ ലോകസഭാ മണ്ഡലങ്ങളിൽ 3 ഇപ്പോൾ UDFിൻ്റെ കയ്യിലാണ്. KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് ഇവിടെ MPമാർ. നിയമസഭാ മണ്ഡലങ്ങൾ 11, അതിൽ കേവലം 2 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ UDFിൻ്റെ കയ്യിലുള്ളത്. കരുനാഗപ്പള്ളിയിൽ CR മഹേഷും കുണ്ടറയിൽ PC വിഷ്ണുനാഥുമാണ് നിയമസഭാ സാമാജികർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങൾ നിയമസഭയിൽ പ്രതിഫലിക്കില്ല എന്നതാണ് ഇവിടുത്തെ ചരിത്രം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. 1,53,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് MK പ്രേമചന്ദ്രൻ ഇവിടെ വിജയിച്ച് കയറിയത്. അതായത് പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ, കുണ്ടറ, ഇരവിപുരം, കൊല്ലം, ചവറ എന്നീ 7 മണ്ഡലങ്ങളിൽ ശരാശരി 25,000 വോട്ട് ഭൂരിപക്ഷം UDFിന് നേടിക്കൊടുത്തിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച CR മഹേഷിൻ്റെ മണ്ഡലത്തിൽ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,000 ആയി കുറഞ്ഞിരുന്നു. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കൊല്ലം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. കൊട്ടാരക്കരയും കുന്നത്തൂരും പത്തനാപുരവുമായിരുന്നു അവ. PC വിഷ്ണുനാഥിൻ്റെ കുണ്ടറയും ഷിബു ബേബി ജോൺ പരാജയപ്പെട്ട ചവറയും കഴിഞ്ഞ ലോക്സഭയിൽ വൻ മുന്നേറ്റമാണ് നടത്തിയത്. ഇരവിപുരത്ത് ശക്തനായ ഒരാൾ വന്നാൽ UDFിന് വിജയിക്കാൻ അവിടെ നിഷ്പ്രയാസം കഴിയുമെന്ന് ഉറപ്പാണ്. കുണ്ടറ നായർ വിഭാഗത്തിൻ്റെ ശക്തി കേന്ദ്രമായിരിക്കുന്നത് പോലെ 50%-ലധികം ഈഴവ വിഭാഗവുമുള്ള മണ്ഡലമാണ് ഇരവിപുരം. ബിന്ദു കൃഷ്ണയെപ്പോലെ സംഘടനാ പാഠവും നേതൃത്വ പാഠവുമുള്ള ഒരാൾക്ക് ഇക്കാലാവസ്ഥയിൽ വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ് അത്. നിയമസഭയിൽ കഴിഞ്ഞ തവണ 25,000-ൽ പരാജയം രുചിച്ചുവെങ്കിലും ലോകസഭയിൽ അതേ 25,000-ൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാന മണ്ഡലം കൊല്ലം തന്നെയാണ്. അവിടെ കഴിഞ്ഞ തവണ UDFിൻ്റെ ബിന്ദു കൃഷ്ണ പരാജയപ്പെട്ടുവെങ്കിലും ഈ സാഹചര്യത്തിൽ അവിടെ മത്സരരംഗത്ത് ആര് എത്തുമെന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. ഒരു കാലത്ത് കൊല്ലത്തിൻ്റെ തീപ്പൊരി നേതാവായിരുന്ന കേരളക്കരയാകെ ഗർജനം നിറച്ച, ഇന്നും കോൺഗ്രസ് നേതാക്കന്മാർ അഭിമാനപൂർവ്വം കാണുന്ന തോപ്പിൽ രവി എന്ന നേതാവിൻ്റെ മകൻ ശ്രീ സൂരജ് രവി മത്സര രംഗത്തേക്ക് വരാനുള്ള സാഹചര്യമാണ് അവിടെ കാണുന്നത്. അച്ഛൻ്റെ പ്രഭാവവും പാരമ്പര്യവും ആദർശവിശുദ്ധിയും ഇവിടെ മകൻ സൂരജിന് മുതൽക്കൂട്ടാവും എന്നത് ഉറപ്പാണ്. 2016-ൽ മത്സരരംഗത്തുണ്ടായിരുന്നുവെങ്കിലും പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് അങ്ങോട്ട് മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തനങ്ങളിൽ മുഴുകുകയായിരുന്നു സൂരജ്. ഇത്തവണ സൂരജിനെ ഇവിടെ പരിഗണിക്കുമെന്നും ആ സീറ്റ് സൂരജ് ജയിച്ച് കയറുമെന്നുമാണ് വിലയിരുത്തൽ. ചവറയിൽ ഷിബു ബേബി ജോണിന് തന്നെയാവും വിജയമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തെ ഇവിടുത്തെ പരാജയത്തിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സജീവമായി മണ്ഡലത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഷിബു ബേബി ജോൺ. ഇനി കൊട്ടാരക്കരയിലേക്ക് വന്നാൽ, കഴിഞ്ഞ തവണ ധനകാര്യമന്ത്രി ബാലഗോപാലിനോട് പുതുമുഖമായിരുന്നിട്ട് കൂടി കേവലം 10,000 വോട്ടിനാണ് രശ്മി പരാജയപ്പെടുന്നത്. 2016-ൽ രശ്മിയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ UDF തയ്യാറാകുമെന്നാണ് അറിയുന്നത്. ഇനി ചടയമംഗലത്തേക്ക് വന്നാൽ, കഴിഞ്ഞ തവണത്തെ പരാജയത്തെ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ UDF ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. MM നസീർ വളരെ സജീവമായി ഈ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ്റെയും പേര് ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആരാണെങ്കിലും വിജയസാധ്യത ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് UDF ഉള്ളത്. പത്തനാപുരം മണ്ഡലം ഗണേഷ് കുമാറിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ആ ഗണേഷ് കുമാറിനെയാണ്
ഇവിടെ UDF നേരിടേണ്ടത്. കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചാമക്കാല മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും തുടർന്ന് ചാമക്കാല ഇവിടുത്തെ ഒട്ടുമിക്ക ജനകീയ പരിപാടികളിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കാതലായി ഇടപെടുന്നതിനാൽ പത്തനാപുരത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ചാമക്കാല. UDFന് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ട് തന്നെ ചാമക്കാല അല്ലെങ്കിൽ ശക്തനായ ഒരു പ്രതിഭാധനനെ തന്നെ അവിടെ രംഗത്തിറക്കാനാണ് UDFന്റെ ശ്രമം. ചാത്തന്നൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ഇനിയും ഒരുപാട് ഗൃഹപാഠം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കുന്നത്തൂർ മണ്ഡലം എടുത്താൽ ഉല്ലാസ് കോവൂർ വളരെ പ്രതിഭാധനനായ കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ തവണ വെറും 2000-ഓളം വോട്ടിനാണ് ഇവിടെ കോവൂർ കുഞ്ഞുമോനോട് പരാജയപ്പെടുന്നത്. 4 വർഷം തുടർച്ചയായി വിജയിച്ച കോവൂർ കുഞ്ഞുമോൻ്റെ മാറ്റം ഇവിടെ ജനം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഉല്ലാസ് കോവൂർ അതിശക്തമായി ഇവിടെ കുതിച്ചു കയറും എന്നത് ഉറപ്പാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, കൊട്ടാരക്കര ഈ 6 മണ്ഡലങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഇത് കൊല്ലം ജില്ലയിലെ മാത്രം കാര്യമല്ല. ഇപ്പോഴത്തെ ഭരണപരാജയത്തിൻ്റെ കൈപ്പിന്നീർ രുചിക്കുന്ന കേരളത്തിലെ 14 ജില്ലകളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. പരാജയത്തിൻ്റെ മുനമ്പിൽ നിൽക്കുമ്പോഴും LDF പിന്നെയും ജനത്തിനെ ദ്രോഹിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇവിടെ UDFന്റെ ഒരു കടുത്ത മുന്നേറ്റം തന്നെ സംഭവിക്കുകയും UDF അടുത്ത വർഷം അധികാരത്തിലേറുകയും ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതക്കയത്തിൽ നിന്ന് ഈ ജനത്തെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.